പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5-ാമത് വാക്യം. നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫലസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. ഈ വാക്യത്തിൽ നിന്നും 2 ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഒന്നാമതായി, ജ്ഞാനത്തിനായുള്ള യാചനയെ ദൈവം നിരസിക്കുകയില്ല. എന്താണ് ജ്ഞാനം? പലപ്പോഴും അറിവും ജ്ഞാനവും തമ്മിൽ നമ്മൾ വ്യത്യാസമില്ലാതെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈ വാക്യം മനസ്സിലാകുന്നതിനു വേണ്ടി എന്താണ് അറിവ്, എന്താണ് ജ്ഞാനം എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. അറിവ് അഥവാ നോളജ് എന്നാൽ ശരിയായത് എന്താണെന്ന് അറിയുക എന്നതാണ്. എന്നാൽ ജ്ഞാനം അഥവാ വിസ്ഡം എന്ന് പറയുന്നത് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ശരിയായത് ചെയ്യുക എന്നതാണ്. കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞാൽ, ദൈവഹിതപ്രകാരമുള്ള ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവാണ് ജ്ഞാനം അഥവാ വിസ്ഡം എന്ന് പറയുന്നത്. നോളജ് എന്ന് പറഞ്ഞാൽ നാം ആർജിച്ചെടുക്കുന്ന കേവലം അറിവുകൾ മാത്രമാണ്. ഇവിടെ യാക്കോബ് പറയുന്നു, നിങ്ങൾ ആശയക്കുഴപ്പത്തിലാകുമ്പോഴോ, നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാകുമ്പോഴോ, നിങ്ങൾ പരിശോധനയിലൂടെ കടന്നു പോകുമ്പോഴോ, എന്ത് ചെയ്യണമെന്ന് വ്യക്തതയില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴോ, താഴ്മയോടെ ദൈവസന്നിധിയിൽ ചെന്ന്, ദൈവമേ, എനിക്ക് ഈ വിഷയത്തിൽ ജ്ഞാനം നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ദൈവം ആ പ്രാർത്ഥന കേൾക്കുക തന്നെ ചെയ്യും. ശരിയായത് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ദൈവം നമുക്ക് ജ്ഞാനം നൽകുവാനായിട്ട് ഇടയായിത്തീരും. രണ്ടാമതായിട്ട്, ദൈവം ഫലസിക്കാതെ ശാസിക്കാതെ സൗജന്യമായി നൽകുന്ന ദൈവമാണ്. ദൈവം ജ്ഞാനം നൽകുന്നതിൽ ഒരിക്കലും പിശുക്ക് കാണിക്കാറില്ല. ദൈവം അത് ഉദാരമായി നൽകുന്ന ദൈവമാണ്. നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രായോഗികമായ ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ നാം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നമ്മെ കുറ്റപ്പെടുത്താതെ ശാസിക്കാതെ നമുക്ക് അത് ധാരാളമായി ദൈവം നൽകുക തന്നെ ചെയ്യും. വേദപുസ്തകത്തിലെ ജോസഫ് അതിന് വ്യക്തമായ ഒരു ഉദാഹരണമാണ്. സ്വപ്നം എങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് അറിയാതെ താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ സ്വപ്ന വ്യാഖ്യാനത്തിനുള്ള ജ്ഞാനം ദൈവം ജോസഫിന്റെ മേൽ പകർന്നു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും പ്രായോഗികമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നെങ്കിൽ ദൈവം നിങ്ങൾക്ക് ജ്ഞാനം നൽകുവാൻ മതിയായവനാണ്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.